നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 151/24. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ റിമൈനിങ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചോദ്യം 90 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് നിർത്തി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏതാണ്? ഓപ്ഷൻസായി തന്നിരിക്കുന്നത് ഗിത്താർ, വീണ, ഓടക്കുഴൽ, വയലിൻ. ഇതിൽ ഓടക്കുഴൽ മാത്രമാണ്. അതിൽ സ്ട്രിങ് ഉപയോഗിച്ചിട്ട് ഇല്ലാത്ത ഒരു ഉപകരണം ഓടക്കുഴൽ മാത്രമാണ്. അപ്പോൾ അതാണ് ഈ കൂട്ടത്തിൽ പെടാത്തത്. ബാക്കിയെല്ലാം സ്ട്രിങ് ഉപയോഗിച്ചിട്ടുള്ള ഉപകരണമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി, ഓടക്കുഴൽ. അടുത്ത ചോദ്യം, ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ തെക്കോട്ട് നടന്നു. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടന്നു. തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയിടത്തു നിന്നും എത്ര അകലെയാണ്? അപ്പോൾ ഡയറക്ഷൻസ് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഇതിൽ ആദ്യം 200 മീറ്റർ ഇങ്ങോട്ടേക്കാണ് വരുന്നു, തെക്കോട്ടേക്ക്. അവിടെ നിന്നും ഇങ്ങോട്ട് താഴേക്ക് ഫേസ് ചെയ്യുന്ന ആളുടെ വലത് കൈ ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് 160 മീറ്റർ വലത്തോട്ടേക്ക് നടന്ന് വീണ്ടും തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. 160 കഴിഞ്ഞ് വലത്തോട്ട്, അയാളുടെ വലത് കൈ വരുന്നത് ഈ ഭാഗത്തേക്കാണ്, മുകളിലേക്ക് എന്ന് പറയുമ്പോൾ വീണ്ടും ഇതിന് സമാന്തരമായി തന്നെ വീണ്ടും 200. ഇനി 50 മീറ്റർ ഇടത്തോട്ടേക്ക്, മുകളിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുന്ന ആൾ, നമ്മുടെ വലത് കൈയും ഇടത് കൈയും എവിടെ വരുന്നു എന്ന് ചിന്തിച്ച് ഇത് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇങ്ങോട്ടേക്ക് നടന്ന് ഇവിടെ 50 മീറ്റർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ 160 ഇതിന് തുല്യമായി തന്നെ വരും. ഇതും 160. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എസ്സിൽ. അപ്പോൾ ഇപ്പോൾ 160 + 50 = 210. 210 മീറ്റർ അകലെയാണ് തുടങ്ങിയെടുത്തു നിന്നും അയാളിപ്പോൾ നിൽക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, 12 + 10 × 5 × 0. അപ്പോൾ ആദ്യം ബോർഡ് മാസ് പ്രകാരം മൾട്ടിപ്ലിക്കേഷൻ 10 × 5 × 0 ഒരുമിച്ച് ആദ്യം ചെയ്യാം. അപ്പോൾ അത് 0. 12 + 0 ദാറ്റ് ഈസ് 12. ഓപ്ഷൻ ഡി 12. 0 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 0 തന്നെയാവും വരിക. എത്ര സംഖ്യകൾ ഗുണിച്ചാലും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇത് ആകെ 0 മാറിയത്. ഉത്തരം ഓപ്ഷൻ ഡി 12. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ HIDEL എന്ന് കിട്ടി. എന്നാൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏതു രീതിയിൽ ക്രമീകരിക്കാം? അപ്പോൾ ഡൽഹി എന്നുള്ളതിനെ HIDEL, അങ്ങനെയാണെങ്കിൽ ഇറ്റലി. അപ്പോൾ ഇവിടെ എന്താ, ഈ അവസാനത്തെ HI അതുപോലെ ആദ്യം എഴുതി. അപ്പോൾ ഇവിടെയും LY അതുപോലെ ആദ്യം എഴുതുന്നു. ഇനി ആദ്യത്തെ DE ഇതുപോലെ രണ്ടാമത് എഴുതി. അപ്പോൾ ഇനി IT അത് കഴിഞ്ഞിട്ട് ഫൈനലി EL എഴുതി. ഇവിടെ A എടുത്ത് എഴുതുന്നു. LYITA. LYITA. ഓപ്ഷൻ ബി. ഇനി ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിൻ്റെ 4 മടങ്ങ് ആകും. എങ്കിൽ ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട്? ഓപ്ഷൻസിൽ 8, 9, 6, 7. നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം. 8, 9, 6, 7. അപ്പോൾ ഇപ്പോൾ 8 ആണെങ്കിൽ ഈ ഓപ്ഷൻസിൽ നിന്നും പോയാൽ രേവതിക്ക്
ഇപ്പോൾ 8 ഇപ്പോൾ 8 2 വർഷം കഴിയുമ്പോൾ ആഫ്റ്റർ 2 years 10 ആകും. അപ്പോൾ അമ്മയുടെ വയസ്സ് എത്രയായിരിക്കും? അമ്മയുടെ വയസ്സ് 40 ആയിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പോൾ ഉള്ള വയസ്സ് 38. അപ്പം 38ഉം 8ഉം കൂടെ കൂട്ടിയാൽ 36 അല്ല. നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വയസ്സ്, അമ്മയുടെയും രേവതിയുടെയും ഇപ്പോഴത്തെ വയസ്സ്, അതായത് ഈ 8ഉം 38ഉം ഇത് കൂട്ടുമ്പോൾ 36 വരുന്നില്ല. ഇനി ഇപ്പോൾ 9 ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ രേവതിക്ക് 11 വയസ്സാകും. അപ്പോൾ അമ്മയ്ക്ക് 44. അപ്പോൾ ഇപ്പം അമ്മയുടെ വയസ്സ് 42 ആയിരിക്കണം. അപ്പോൾ 42ഉം 9ഉം ഇത് രണ്ടും കൂടെ കൂട്ടിയാലും 9ഉം 42ഉം ഇതും 36 വരുന്നില്ല. ഇപ്പോഴത്തെ അവരുടെ പ്രായത്തിൻ്റെ തുക 36 ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ രേവതിക്ക് 6 വയസ്സാണെന്ന് കരുതിയാൽ, ഇപ്പോൾ രേവതിക്ക് 6 വയസ്സാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 8 വയസ്സായിരിക്കും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ 8 ആണെങ്കിൽ അമ്മയ്ക്ക് അതിൻ്റെ 4 മടങ്ങായ 32. അമ്മയ്ക്ക് 2 വർഷം കഴിയുമ്പോൾ 32, അതായത് ഇപ്പോൾ 30 അല്ലേ. ഇത് ഇപ്പോഴുള്ള വയസ്സാണ് ഈ ആദ്യം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് 2 വർഷം കഴിയുമ്പോഴുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ തുക 6ഉം 30ഉം കൂടെ കൂട്ടിയാൽ 36. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത് പ്രകാരം ശരിയായി വരുന്നത്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇപ്പോൾ രേവതിയുടെ വയസ്സ് 6. ഇങ്ങനെ ചില ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം. എക്സ് ഇട്ട് നമ്മൾ ചെയ്ത് നോക്കി എക്സ് സോൾവ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം ഓപ്ഷൻസിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ചോദ്യം 0.31 + 0.21 × 2, അതായത് 0.31 + 0.21 × 2, അതായത് 0.42, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.73. 0.73 ഇതിൻ്റെ സ്റ്റെപ്പ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് എഴുതാം. ഡെസിമൽ 0.31 + 0.21 × 2. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനമാണ് ആദ്യം ചെയ്യേണ്ടത്. 0.31 + 0.21 × 2 എന്ന് പറഞ്ഞാൽ 21 × 2 ചെയ്യുക, 2 ദശാംശ സ്ഥാനം മാറ്റിയിടുക. 0.42 രണ്ടും കൂടെ കൂട്ടുമ്പോൾ പ്ലസ് 0.31 0.73. അടുത്ത ചോദ്യം 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു, 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? അപ്പോൾ ഇവിടെ ആകെ 50 കുട്ടികളാണ് ഉള്ളത്. അതിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു, ഗണിതം മാത്സിന് 40 കുട്ടികൾ, അതുപോലെ 25 കുട്ടികൾ ഇംഗ്ലീഷിന്. ഇനി ഇതിന് രണ്ടിനും കൂടെ വിജയിച്ചവർ 18 പേര്. അപ്പോൾ നമുക്ക് ഈ കോമൺ ആയിട്ടുള്ളടത്ത് 18 എന്ന് എഴുതാം. അപ്പോൾ 18 എന്ന് ബാക്കി മാത്സിന് 40 - 18 22 ഈ ഭാഗത്ത് എഴുതുക. ഇനി 25 പേരാണ് ഇംഗ്ലീഷിന് വിജയിച്ചത്. അപ്പോൾ അതിൽ നിന്നും കോമൺ മാറ്റിയാൽ ബാക്കി 7 പേര് ഇവിടെ. അപ്പോൾ ആകെ വിജയിച്ചവരുടെ എണ്ണം 22ഉം 18ഉം 7ഉം 40 പേര്, 47 പേരാണ് ആകെ വിജയിച്ചവർ. അപ്പോൾ 50ൽ നിന്നും 47 കുറയ്ക്കുക, 3 പേരാണ് തോറ്റുപോയവർ. ആൻസർ ഓപ്ഷൻ സി 3. അടുത്ത ചോദ്യം PQRS എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. P എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്ത്. അപ്പോൾ P എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്തായിട്ടാണ്. ക്യൂ ഇവിടെയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പൊസിഷൻ വെച്ചിട്ട് ഞാൻ പറയാം, ക്യൂ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വലത് കൈ ഈ ഭാഗത്തേക്കും ഇടത് കൈ ഈ ഭാഗത്തേക്കും, ഇതാണല്ലോ റൈറ്റ് സൈഡ് വലതുവശം 6. അപ്പോൾ 6 മാർക്ക് ചെയ്യുന്നില്ല,
ക്യൂവിൻ്റെ ആറെന്ന് മാർക്ക് ചെയ്താൽ ചിലപ്പം റൈറ്റ് ഈ ആറുമായിട്ട് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ക്യൂവിൻ്റെ വലതുവശത്ത് പി ഇരിക്കുന്നു. ആർ ഇടതുവശത്തായി നിൽക്കുന്നു. പി എന്ന ആൾ ക്യൂവിൻ്റെ വലതുവശത്തും ആറിൻ്റെ ഇടതുവശത്തും. അപ്പോൾ ആറ് ഇവിടെ ആറിൻ്റെ ഇടതുവശത്ത്, അതായത് ക്യൂവിൻ്റെയും ആറിൻ്റെ ഇടയ്ക്കായിട്ടാണ് പി വരുന്നത്, നിൽക്കുന്നു. എസ് എന്നയാൾ പിയുടെ ഇടതുവശത്ത്. അപ്പോൾ എസ് പിയുടെ ഇടതുവശത്ത്, ഇവിടെ പിയുടെ ഇടതുവശത്തും ക്യൂവിൻ്റെ വലതുവശത്തും. ക്യൂവിൻ്റെ വലത് തന്നെയാണ് അപ്പോൾ എസ് വരുന്നത്. എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്തുള്ളത് ക്യൂ ആണ്. ഇടത് നിന്നും ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഏറ്റവും ഇടത്തെ വശത്ത് ക്യൂ. അടുത്ത ചോദ്യം 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്? 103, 104, 107, 112, 119, 128 അടുത്തത്. അപ്പോൾ ഇവിടെ 103 1, 104, 104 3, 107, 107 5, 112, 112 7, 119, 119 9, 128, 128 11, 139. അടുത്തത് 139. 1, 3, 5, 7, 9, 11 ഈ ക്രമത്തിലാണ് അതിൻ്റെ ഇടയിൽ ഉള്ള ഡിഫറൻസ് വരുന്നത്, സംഖ്യകൾക്കിടയിലുള്ള ഡിഫറൻസ്. അടുത്ത ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്ത സംഖ്യ ഏത്? അപ്പോൾ ഇതിൽ പെടാത്ത സംഖ്യ 114 ബാക്കിയെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ്, അതായത് പൂർണ്ണവർഗ സംഖ്യകളാണ്. 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36, 8 സ്ക്വയർ 64, 12 സ്ക്വയർ 144. അപ്പോൾ ഇതിൽ പെടാത്തത് 114, ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്